ഇന്ന് ദുബായിലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഏതാണ്ട് 3.5 പതിറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നിന്നും ഒരു ജോലി എന്ന സ്വപ്നവുമായി ഗൾഫ് ജീവിതത്തിലേക്ക് കടന്നു വന്ന ശ്രീ ജോൺ മത്തായി. എക്സ്ക്ലൂസീവ് ഫാമിലി LLCയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിജയകഥ ഓരോ പ്രവാസി മലയാളികളുടെയും ജീവിതത്തിൽ അവരുടെ വിജയകഥയിൽ ഒരുപാട് കഠിനാധ്വാനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. കൊല്ലം ജില്ലയിലെ അഞ്ചൽ മനോഹരമായൊരു ഗ്രാമം. കൃഷിക്കാരാണ് കൂടുതൽ അഞ്ചൽ പ്രദേശത്ത്. അവിടെയാണ് സാറിൻ്റെ ജനനം. പിതാവിന് എന്ത് ജോലിയായിരുന്നു സാർ? ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു നാട്ടിൽ. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ മൂത്താൾ. അതിൻ്റെ പിറകിൽ എനിക്ക് താഴെ 5 പേര്. ഒരു സഹോദരൻ, 4 സഹോദരിമാർ. ഒരു ചെറിയ ബിസിനസ് ആയിരുന്നു പിതാവിന്. ചെറിയ റബ്ബർ കച്ചവടം. പക്ഷെ ആ ഒരു ബിസിനസ്സിൽ നിന്ന് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. നല്ല എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻസ്. സാറ് BSc LLB ആണ്. അപ്പോൾ എങ്ങനെയായിരുന്നു സാർ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവാസ ജീവിതത്തെക്കുറിച്ച് സാർ ചിന്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? സത്യത്തിൽ അപ്പൻ്റെ ബിസിനസ് പൊളിഞ്ഞ് കടം കയറി നിൽക്കുന്ന അവസ്ഥയിൽ തുടർന്ന് പഠിക്കാൻ പറ്റാത്ത, നാട്ടിൽ തുടർന്ന് പഠിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു വിസ വാങ്ങിക്കൊണ്ട് വരിക. അതാണ് സത്യം. കാരണം കുടുംബത്തിലെ മൂത്ത ആൾ എന്ന ആ ഒരു കാരണം കൊണ്ട് അതിൻ്റെ നിയോഗം സാറിൽ വന്ന് എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെ ജോലി എന്നൊരു സ്വപ്നം തന്നെയായിരുന്നു സാറ് ഈ ഗൾഫ് നാട്ടിലേക്ക് വന്നത്. ആദ്യം ഏത് കമ്പനിയിലായിരുന്നു? ഈ നാട്ടിൽ അന്ന് ഒരു വിസ കിട്ടുക എന്ന് പറയുമ്പോൾ എന്താ ജോലി നമ്മൾ അന്വേഷിക്കാറില്ല. വിസ കിട്ടി, ടിക്കറ്റ് എടുത്തു, ഇവിടെ വന്ന് ഇറങ്ങി. 1980 എയർ ഇന്ത്യ ഉണ്ടല്ലോ. ഇവിടെ വന്നിറങ്ങി എന്നെ കൊണ്ടുവന്ന ആളുടെ റൂമിൽ ഒരു 3-4 ദിവസം സുഭിക്ഷമായിട്ട് താമസിച്ചു. പിന്നെ എന്നെ വർക്ക് സൈറ്റ് കൊണ്ട് ചെല്ലുമ്പോഴാണ് എന്താ ജോലി എന്ന് ഞാൻ അറിയുന്നത്. ഒരു പെയിൻറ്റിങ് കമ്പനിയിൽ ഒരു ഹെൽപ്പറായിട്ടായിരുന്നു എൻ്റെ ജോലിയുടെ തുടക്കം. ആദ്യ ദിവസം സ്ക്രാപ്പും ഈ കോൺക്രീറ്റൊക്കെ പോളിഷ് ചെയ്യാനുള്ള കല്ലുമൊക്കെയാണ് എൻ്റെ കൈ തന്നത്. അതുകൊണ്ട് ആ പണി തുടങ്ങി. അവിടെ ജോലി ഒരു പക്ഷേ നാട്ടിൽ ചെറിയ ചെറിയ ബിസിനസ്. നാട്ടിൽ ഞാൻ സ്വന്തമായിട്ട് ട്യൂട്ടോറിയൽ നടത്തുമായിരുന്നു. ഈ ശരീരം മുഷിഞ്ഞ് ജോലി ചെയ്തുള്ള ശീലമില്ല. നാട്ടിൽ ട്യൂട്ടോറിയൽ കോളേജിൻ്റെ പേര് പാരൽ കോളേജ് സ്റ്റുഡൻസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്ഥാപനം അഞ്ചലിൽ തന്നെ. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നു. വിസ വരുമ്പോൾ എന്താണ് ജോലി എന്നൊന്നും അന്വേഷിച്ചില്ല. ഇവിടെ വന്ന് ഒരു 4 ദിവസം റൂമിൽ, ഒരു വിസ നാളുടെ റൂമിൽ കഴിയുന്നു. പിന്നീടാണ് ജോലിക്ക് പോകുമ്പോൾ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇതാണ് പണി. അപ്പോൾ ശരിക്കും മനസ്സ് ഭയങ്കരമായിട്ട് വേദനിച്ചില്ലേ സാർ? വേദനിച്ചല്ല, ആ മനസ്സ് തകർന്നു. മുന്നിലൊരു ഇരുട്ട് പോലെ. ശരിക്കും ഭാവി എന്തായിരിക്കും? എനിക്കിത് തുടരാൻ കഴിയുമോ? എത്ര കാലം ഇങ്ങനെ ജീവിക്കേണ്ടി വരും? അതും തുച്ഛമായ ശമ്പളം 20 ദിർഹംസ് ഒരു ദിവസം. വെള്ളിയാഴ്ച ജോലി ചെയ്താൽ പൈസയുണ്ട്, ഇല്ലെങ്കിൽ അന്നത്തെ പൈസ ഇല്ല. 6 മാസത്തോളം ഞാൻ ആ കമ്പനി ജോലി ചെയ്തു. 6 മാസം വളരെ ത്യാഗമായിട്ടുള്ള ഒരുപാട് വേദനകളാണ് അനുഭവിച്ചത്. ശരിയായ അക്കോമഡേഷൻ ഇല്ല. വർക്ക് സൈറ്റിൽ പ്ലൈവുഡ് കൊണ്ടടിച്ച് തകരം കൊണ്ട് റൂഫ് ചെയ്ത് ഫാൻ പോലും ഇല്ലാത്ത താമസ സൗകര്യം. ചൂട് സഹിക്കാൻ വയ്യാതെ രാത്രിയിൽ വെളിയിൽ ഓപ്പൺ ഏരിയയിൽ കിടക്കുക. ഷെയറിംഗ് റൂമായിരുന്നു. റൂമിൽ 3-4 എംപ്ലോയീസ് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിയിച്ചിരുന്നു? ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ജോലി? ഒന്നും അറിയിച്ചിട്ടില്ല, പക്ഷേ പിന്നീടാണ് അറിയിച്ചത്. അപ്പം 6 മാസം കഴിഞ്ഞിട്ട് എന്തായിരുന്നു? പിന്നെ ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഓടുകയായിരുന്നു. എനിക്ക് പക്ഷെ ആ 6 മാസം കൊണ്ട് ഞാൻ പെയിൻറ്റിങ് പഠിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അലഞ്ഞു തിരിയായിരുന്നു കുറേ കാലം. ജോലിയൊന്നും കിട്ടാതെ ഒരിടത്തും
അന്ന് ആ കാലഘട്ടത്തിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സ്പോൺസറുടെ കീഴിലാണല്ലോ ഒന്ന് ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിയമം അങ്ങോട്ട് കർശനമാകുന്നൊരു കാലഘട്ടം. എന്നാലും ആ റിസ്ക് എടുത്ത് അവിടുന്ന് ഇറങ്ങരുത്. എന്നെക്കൊണ്ട് അതിനപ്പുറം അങ്ങോട്ട് സഹിക്കാൻ കഴിയത്തില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ ജോലിക്ക് അന്വേഷിച്ചു. ചെറിയ ചിലപ്പോൾ ഒരു ദിവസത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പോയി ചെറിയ ജോലി ചെയ്യും. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. ഒരു ദിവസം ജോലി ചെയ്യും. ആ കാശ് അന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ചിലപ്പോൾ ഒരാഴ്ച കഴിക്കാൻ പറ്റും. ജീവിത ചിലവ് കുറവാണ്. ഒരു വേദനകൾ ഒരുപാട് അനുഭവിച്ചു എന്നുള്ളതായിരുന്നു. നമ്മുടെ ഈ ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ പല സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, കടന്നുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എങ്ങനെയായിരുന്നു ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ്? പിന്നെ ഞാൻ ഈ ചെറിയ പെയിൻറ്റിങ് വർക്കൊക്കെ എടുത്ത് ആരുടെയെങ്കിലും കൂടെ സഹായത്തോടെ ചെയ്യാൻ തുടങ്ങി. പെയിൻറ്റിങ് ഈ ഒരു പെയിൻറ്റ് കടയിൽ നിന്ന് സാധനങ്ങൾ കടം വാങ്ങുമായിരുന്നു. പക്ഷെ അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അല്ല, പെയിൻറ്റ് കടക്കാരൻ പൈസ കിട്ടാഞ്ഞിട്ട് എന്നെ അന്വേഷിച്ച് നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ അവനെ വിളിച്ച് നടക്കുന്നൊരു കാലവും. ഒരു ദിവസം അവന് മുന്നിൽ പെട്ടു. അപ്പോൾ അവനാ പറഞ്ഞത് ഒരിടത്തൊരു ഫോർമാൻ്റെ വേക്കൻസി ഉണ്ട്. അപ്പം ഞാൻ ഈ കുറച്ചൊക്കെ നമ്മുടെ നാട്ടിലെ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ഫ്ലുവൻസി ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ. എന്നാലും കുറച്ചൊക്കെ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് നിൽക്കാം. ഒരു യൂറോപ്യൻ കമ്പനിയിൽ ഒരു പെയിൻറ്റിങ് ഫോർമാൻ്റെ വേക്കൻസി ഉണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഒരു നല്ല ശമ്പളമുണ്ട്. അങ്ങനെ നേരെ അവിടേക്ക് പോയി. ഒരു വർഷത്തോളം അവിടെ ജോലി ചെയ്ത് എൻ്റെ കടങ്ങളെല്ലാം തീർത്തു. എന്നിട്ടാണ് ഞാനൊന്ന് റിലാക്സ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് 2 വർഷം. പിന്നെ അവിടുന്ന് ആ സ്പോൺസറുടെ ഞാൻ റിലീസ് വാങ്ങിച്ചു. പിന്നെ ആ വിസയിലാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ലീവിനാണ് പോകുന്നത്. വിസ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. വിസ ചേഞ്ച് ചെയ്യുന്നു, തിരിച്ച് വീണ്ടും ആ കമ്പനിയിൽ ഫോർമാനായിട്ട്. എത്ര വർഷം അവിടെ ജോലി ചെയ്തത്? അവിടെ എനിക്ക് 1 വർഷം ജോലി ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് ആ പ്രൊജക്റ്റ് തീരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ജോലി അന്വേഷിക്കുന്നത്. വീണ്ടും അങ്ങനെയാണൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് പോയി ഇവിടെ ദുബായിൽ. അവിടെ എത്ര വർഷം ജോലി? അവിടെ സെയിൽസ്മാനായിട്ട് ഞാൻ 1 വർഷത്തോളം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ PRO ആയി. അത് കഴിഞ്ഞ് ഷോപ്പിൻ്റെ മാനേജരായി. 7 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. പക്ഷെ എൻ്റെ എംപ്ലോയർ എനിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുക. മലയാളിയായിരുന്നു? അല്ല, സിന്ധി. ഇന്ന് ഞാൻ ആ ബന്ധം അയാളോട് സൂക്ഷിക്കുന്നു. ആ ഒരു പക്ഷേ ആ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ആ റിലേഷൻഷിപ്പാണ് ഒരു ബേസ് ഇവിടെ ഉണ്ടാക്കി തന്നത്. വളരെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഈ സിന്ധി എന്ന് പറയുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരാണ്. ഒരു പക്ഷേ ആ എംപ്ലോയറുമായിട്ടുള്ള നല്ല റിലേഷനാണ്, അദ്ദേഹവുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് ഒരു ബിസിനസ്സുകാരനിലേക്ക് സാറിനെ കൊണ്ടെത്തിച്ചത്. എനിക്ക് ബിസിനസ് പഠിക്കാൻ കഴിഞ്ഞായിരുന്നു അവിടെ നിന്ന്. എന്തൊക്കെയാണ് സാർ ഒരു നല്ല ബിസിനസ്സുകാരനാവാൻ സിന്ധിയിൽ നിന്നും സാറ് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സാമ്പത്തിക മാനേജ്മെൻറ്റ്. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം. നമ്മുടെ വരുമാനവും നമ്മുടെ ചിലവും തമ്മിൽ ഓരോ പൈസ ചിലവാക്കുമ്പോഴും അത് ആവശ്യമുണ്ടോ, എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കാൻ കഴിയുമോ, ആ ഒരു ചിന്താഗതി മിക്ക സിന്ധികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അത് എൻ്റെ ജീവിതത്തിലേക്ക് കാരണം ആ എക്സ്പെൻസ്, അനാവശ്യമായ ചിലവുകളെ കുറച്ചുകൊണ്ട് വരുമാനത്തിൽ നിന്നുകൊണ്ട് ഒരു ബിസിനസ് രംഗത്തേക്ക് പോകണമെന്ന് പഠിച്ചത് ആ സിന്ധി തീർച്ചയായിട്ടും ബിസിനസ്സുകാരൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ്. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ കസ്റ്റമർ റിലേഷൻ. ഈ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം അവർ പറയുന്നത് ദൈവത്തിന് തുല്യമാണ്. എപ്പോൾ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സെയിൽസ്മാൻ അവിടെ നിൽക്കുന്നു. ഒരുപാട് വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത് കസ്റ്റമേഴ്സായിട്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അവരുമായിട്ടുള്ള അവരുടെ ഒരുപാട് കൾച്ചർ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും? അത് എത്രത്തോളം വരും? ശരിക്കും ഈ ദുബായ് എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഒരു കോൺസെപ്ഷനാണ്. ഒട്ടുമിക്ക നാഷണാലിറ്റീസ്, ഒട്ടുമിക്ക രാജ്യക്കാരും ഇവിടെയുണ്ട്. ദുബായിയുടെ ഒരു പ്രത്യേകത, ഏത് സാധനവും നമുക്കിവിടെ വിൽക്കാൻ കഴിയുന്നു. ഒരാളല്ലെങ്കിൽ മറ്റൊരാളത് വാങ്ങിക്കും. അതാണ് എനിക്ക് ഇതേവരെ കിട്ടിയിരിക്കുന്ന അനുഭവം. എന്ത് സാധനം ഇവിടെ കൊണ്ടുവന്നാലും നമുക്ക് വിൽക്കാൻ കഴിയും. ഈ 7 വർഷം ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് പിന്നെ ബിസിനസ് രംഗത്തേക്കാണ് കടന്നു വരുന്നത്. പിന്നെ വീണ്ടും ഒരു 3 വർഷം ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു. വീണ്ടും ഞാൻ
വേറൊരു ജോലിയിലേക്ക് മാറുമായിരുന്നു. അതൊരു കൊറിയൻ കമ്പനിയായിരുന്നു. നേരത്തെ പറഞ്ഞ സിന്ധിയെ പോലെ തന്നെ ഈ കൊറിയൻസും രണ്ടുപേരുണ്ടായിരുന്നു. ഞാനുമായിട്ട് ആത്മബന്ധം ഉണ്ടായി. 3 വർഷം ഞാൻ അവരുടെ കൂടെ ജോലി ചെയ്തു. ഒരു തൊഴിലാളി മുതലാളി ബന്ധമായിരുന്നില്ല, ഒരു ബ്രദർലി അഫെക്ഷൻ. അപ്പോൾ അവരുടെ ഇവിടുത്തെ 3 വർഷത്തെ അവർക്കൊരു ടെന്യൂർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് എന്നെ ഏതെങ്കിലും രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോഴാണ് അവർ പറഞ്ഞത്, നിനക്ക് ടെക്സ്റ്റൈലിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പൈസ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം, പിന്നീട് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അന്ന് അവരെനിക്ക് 2.2 മില്യൺ ദിറംസ് തരികയായിരുന്നു ബിസിനസ് തുടങ്ങാൻ. അങ്ങനെയാണ് ടെക്സ്റ്റൈൽ ബിസിനസ് രംഗത്തേക്ക് വരുന്നത്. ഫസ്റ്റ് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ് എൻട്രി ചെയ്യുന്നത്. പേരെന്തായിരുന്നു ഷോപ്പ്? എക്സ്ക്ലൂസീവ് ടെക്സ്റ്റൈൽസ്. അത് എവിടെയായിരുന്നു? ദുബായിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മീന ബസാർ എന്ന് പറയുന്ന മാർക്കറ്റിലായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ ടെക്സ്റ്റൈൽസ്? എല്ലാത്തരം തുണിത്തരങ്ങളും. ഞാൻ നേരിട്ട് ജപ്പാൻ, ഇന്തോനേഷ്യ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പോയിട്ട് ഞാൻ തന്നെ സാധനങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന്, അതുകൊണ്ടുള്ളൊരു പ്രയോജനം എനിക്ക് എൻ്റെ കടയിൽ കിട്ടുന്ന സാധനങ്ങൾ വേറെ അടുത്ത് കിട്ടത്തില്ലായിരുന്നു. എൻ്റെ മോണോപ്പൊളിയായിരുന്നു. ഞാൻ തന്നെ സെലക്ട് ചെയ്ത് എൻ്റെ ഷോപ്പിലേക്ക് മാത്രം കൊണ്ടുപോയി. അപ്പോൾ അത് അന്വേഷിച്ച് കസ്റ്റമേഴ്സ് എൻ്റെ ഷോപ്പിലേക്ക് മാത്രമായിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അതായിരുന്നു എൻ്റെ വിജയം, ആ ഷോപ്പിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അത് എത്ര വർഷമായിരുന്നു? 20 വർഷത്തോളം ഞാൻ നടത്തി. അപ്പം ശരിക്കും ഇന്ത്യയിൽ നിന്ന് വരെ തുണികൾ കൊണ്ടുവരും? ഇന്ത്യ, ഇന്തോനേഷ്യ, കൊറിയ, ജപ്പാൻ, അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, പല രാജ്യങ്ങളിലും. അപ്പോഴും സാർ ഇപ്പോൾ പറഞ്ഞ ആ സിന്ധിയുടെ വലിയ സപ്പോർട്ട് ത്രൂ ഔട്ട് ലൈഫിൽ നമുക്ക് ആ ബിസിനസ് രംഗത്ത് അദ്ദേഹത്തിൻ്റെ വലിയ എൻ്റെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് എൻ്റെ ആ സിന്ധി എംപ്ലോയറായിരുന്നു. ആ ബിസിനസ് എന്തുകൊണ്ട് അവിടെ നിർത്തിയിട്ടാണോ സാർ ഇങ്ങനെ? അല്ല, അത് ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ ഈ ഹൗസ് ഹോൾഡ് ഐറ്റംസ് എൻ്റെ ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് എക്സ്ക്ലൂസീവ് ഫാമിലി LLC എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ ഒരു ട്രേഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അത് പ്ലാസ്റ്റിക് ആയിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസ് എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെയാണ് സാർ ഇമ്പോർട്ട് ചെയ്യുന്നത്? ഇത് പ്രധാനമായിട്ട് ഫാമിലി പ്ലാസ്റ്റിക് എന്നൊരു ഫാക്ടറി കേരളത്തിലുണ്ട്, ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവ് ഫാമിലി പ്ലാസ്റ്റിക് കൂടെ ചേർന്നാണ് എക്സ്ക്ലൂസീവ് ഫാമിലി ഉണ്ടാകുന്നത്. ഞങ്ങൾ തുടക്കത്തിലൊരു 20 ഫീറ്റ് കണ്ടെയ്നറിൽ തുടങ്ങി. ഇന്ന് ഒരു മാസം ഒരു 40 ഫീറ്റ് കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട്. അത്രയും വോളിയം ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ഈ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് പിന്നെ ക്ലോസ് ചെയ്യാണ്? അല്ല, എൻ്റെ ഒരു ഹോബിയായിരുന്നു. അറിയാവുന്നവരെല്ലാം, നാട്ടിൽ അറിയാവുന്നവരെല്ലാം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. അവർ വന്നിട്ട് എൻ്റെ സ്ഥാപനത്തിൽ 6 മാസം 1 വർഷം ജോലി ചെയ്യും. എന്നിട്ട് അവർ ബെറ്റർ എന്തെങ്കിലും കണ്ടുപിടിച്ചു ഓപ്പർച്യൂണിറ്റികളും. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ കുറേ അധികം റിലേറ്റീവ്സ് വന്നു. 1000-ൽ കൂടുതൽ ആൾക്കാരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്ന് അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന പലരും ഉണ്ട് ഇവിടെ. ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ബ്രദറിനെ കൊണ്ടുവന്നു, കസിൻസിനെ കൊണ്ടുവന്നു. ബ്രദറും കൂടെ എൻ്റെ ബിസിനസ് ഇൻവോൾവായി. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഡിവിഷൻ ബ്രദറിന് കൊടുത്തു. എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഫുൾ ആൻഡ് ഫുൾ എക്സ്ക്ലൂസീവ് ഫാമിലി LLCയുടെ മാനേജിങ് ഡയറക്ടർ ആൻഡ് ചെയർമാനാണ്. ഇവിടെ സാറിൻ്റെ ഒരു പാർട്ണറും കൂടിയുണ്ട്, ഒരു ദിനേശ്. പുള്ളി ഈസ് ഫ്രം ബോംബെ. പുള്ളിയുമായിട്ടുള്ള എങ്ങനെയായിരുന്നു സാർ ഒരു കൂട്ടിമുട്ടൽ? ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ സപ്പോർട്ട്. അപ്പം ദിനേശ് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ഡയറക്ടറുടെയും ഫ്രണ്ടായിരുന്നു, മിസ്റ്റർ ജസ്റ്റിൻ മുഖേനയാണ് ഞാനും ദിനേശും കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയ ഈ ഒരു സംരംഭം ഇത്രയും വളർന്നു. We are into this business since last 12.5 years. John is my partner and we are much into family relation than partner. So this is how we are going on. This has become very close. It has become a family friendship. ഇന്ന് ഓൾ GCCയിൽ സാറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫാമിലി പ്ലാസ്റ്റിക് ഏകദേശം 20 രാജ്യങ്ങളിലോ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. UAEയുടെ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഒരു മാനുഫാക്ചറിങ് സെക്ടർ ഒരുപാട് തന്നെ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. ആ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളൊരു ട്രേഡിങ് ചെയ്യുമ്പോഴത്തേക്കും
എത്രത്തോളം അത് നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധിക്കും? ഞങ്ങളുടെ ഈ ക്വാളിറ്റി വളരെ മുന്നിലാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വിജയിച്ചിരിക്കുന്നത്. ഇവിടെ വിലയേക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്ന ക്വാളിറ്റിയാണ്. താങ്കളുടെ ഒരു കരിയർ ആരംഭിക്കുന്ന ഒരു എംപ്ലോയി ആയിട്ടാണ്. അപ്പോൾ എത്രത്തോളം ഒരു എംപ്ലോയി ആൻഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ്? ഇവിടെ ഞങ്ങൾ ഒരു എംപ്ലോയർ എന്നുള്ള രീതിയിലല്ല പോകുന്നത്. എല്ലാവരുമായിട്ട് എനിക്ക് വ്യക്തിബന്ധങ്ങളുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ പരിസരവാസികളാണ് കൂടുതലും ഇവിടെ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾ ഏതാണ്ട് 34 വർഷം, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നും? അഭിമാനം തോന്നുന്നു. അഭിമാനം തോന്നും. ദുബായ് 1980 വന്നപ്പോൾ ദുബായിലെ ഏറ്റവും വലിയ കെട്ടിടമെന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് സെൻ്ററാണ്. ഇന്ന് 2014 എത്തി നിൽക്കുമ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഇവിടെയാണ്, ദുബായിലാണ്, ബുർജ് ഖലീഫ. എത്രത്തോളമായിരുന്നു സാർ ഈ ദുബായ് ഇത്രത്തോളം വളർന്നത്? അതിനുള്ള കാരണം എന്തായിരുന്നു? ആദ്യം പറയട്ടെ, ഈ വേൾഡ് ട്രേഡ് സെൻ്ററിലാണ് ഞാൻ 3 വർഷം ജോലി ചെയ്തത്. കൊറിയൻ കമ്പനിയിൽ. അവിടെയായിരുന്നു കൊറിയൻ കമ്പനി ഓഫീസ് അവിടെയായിരുന്നു. ദുബായിയുടെ വളർച്ച കഴിഞ്ഞൊരു 20 വർഷം കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത, ഒന്നും മുൻപ് പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ആ ഒരു വളർച്ചയുടെ ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇവിടുത്തെ ഭരണാധികാരികൾക്ക്. തീർച്ചയായിട്ടും. നമുക്ക് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഞാൻ BSc പാസ്സായിട്ട് നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു. തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സാമ്പത്തിക സ്ഥിതി അത് അനുവദിച്ചില്ല. ഇവിടെ വന്ന് ഒരു 10-25 വർഷം കഴിഞ്ഞതിന് ശേഷം അതിനായിട്ട് ഞാൻ ആഴ്ചയിൽ 5 ദിവസം നാട്ടിൽ പോയി നിന്നിട്ട് കേരള ലോ അക്കാഡമിയിൽ 3 വർഷം അവിടെ റെഗുലർ സ്റ്റുഡൻ്റായി പഠിച്ചിട്ടാണ് BSc ഏത് കോളേജിലാണ്? അഞ്ചൽ സെൻറ് ജോൺസ് കോളേജ്. സ്കൂൾ വിദ്യാഭ്യാസം അഞ്ചലിനടുത്ത് ഏരൂർ എന്ന് പറഞ്ഞ സ്ഥലം. വിവാഹം കഴിച്ചിരിക്കുന്നത് കുണ്ട്രയ്ക്കടുത്ത് കല്ലട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഈസ്റ്റ് വെല്ലാം. മിസ്സിസിൻ്റെ പേര് ശാന്തമ്മ. എത്ര കുട്ടികളാണ്? 2 മക്കൾ. മൂത്തയാൾ? 2 മക്കളും 12ാം ക്ലാസ് ഇവിടെ ജനിച്ചു. 12ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. മകൾ അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് MBBS പാസ്സായി. ഇപ്പോൾ ചെന്നൈയിൽ MDക്ക് പഠിക്കുന്നു. പേര്? സാറാ ജോൺ. രണ്ടാമത്തെ മകൻ വെഞ്ഞാറമ്മൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ ഇപ്പം MBBS 2ാം വർഷം. പേര്? മാത്യു ജോൺ. ഇനിയുള്ള സ്വപ്നം എന്താണ്? സമാധാനമായി ജീവിക്കുക. കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല. മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് അത് സാക്ഷാത്കരിക്കട്ടെ എന്ന് സർവേഷിനോട് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു സമയം കണ്ടെത്തിയതിൽ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച് സാർ. നന്ദി.